ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യം എടുത്തൊരാളൊന്ന് വേഗത്തിൽ വായിച്ചേ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. മതി. അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ. രണ്ട് ഭാഗങ്ങൾ ഒരേ അധ്യായത്തിനകത്ത് ഒരേ ഖണ്ഡികയ്ക്കകത്തുള്ള രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു: അവൾ കരയുന്നത് കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. തൊട്ട് വീണ്ടും ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്: മുൻപോട്ട് ചെന്ന് മഞ്ചത്തിൽ തൊട്ട് ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. തൊട്ട് താഴെ 16-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പല വിഷയങ്ങളും നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടി, നമ്മളെ വ്യസനിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ഭാരപ്പെടുത്താൻ വേണ്ടി, നമ്മളൊന്നുമല്ലെന്നും നമ്മൾ ശൂന്യമാണെന്നും അവൻ ഇനി എഴുന്നേൽക്കത്തില്ലെന്നും നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. പലതും നമുക്ക് വിരോധമായി അവണ്ണം എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയാനൊന്നുണ്ട്: നമ്മളെ സന്ദർശിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സന്ദർശിക്കുന്ന ഒരുവനുണ്ട്. സ്വർഗം സന്ദർശിച്ചാൽ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. സ്വർഗം സന്ദർശിച്ചാൽ ചിലത് സംഭവിക്കും. ദൈവം നമ്മളെ സന്ദർശിച്ചാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തക്ക വണ്ണം ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം അറിയുന്ന ഒരുവനുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽക്കാലം തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുക. അവൻ ഹൃദയം നുറുങ്ങി ഭാരത്തോടെ വേദനയോടെ എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ, എൻ്റെ വിഷയത്തിനകത്ത് എങ്ങനെ പരിഹാരം വരും, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എങ്ങനെ ഒരു തല ഉയർത്തുന്നത് എന്ന് ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം: നമ്മുടെ ഉള്ളത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. മനുഷ്യർ നമ്മളോട് കരയണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു അല്പം നേരത്തേക്ക് ഒരുപക്ഷെ നമ്മൾക്ക് ആശ്വാസം തരാൻ കഴിയുമായിരിക്കും. പക്ഷെ സ്വർഗം നമ്മളോട് കരയണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് തീർപ്പ് കൽപ്പിച്ചു എന്നാണ് അതിനർത്ഥം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവരുണ്ടോ? ആ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ്, ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി അങ്ങയുടെ ഒരു വാക്ക്, കരയണ്ട, എനിക്ക് വേണ്ടി അങ്ങയുടെ സാന്നിധ്യമുണ്ട് എന്ന് അങ്ങയുടെ ഒരു വാക്ക് ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി അയക്കണമെന്ന് പറയുക. ചില വിഷയങ്ങളുടെ മേൽ നിങ്ങൾ അസാധ്യമെന്ന് പറയുന്നത് നാളുകളായി, വർഷങ്ങളായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തുനിന്ന് പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സ്വർഗം ചിലരെ സന്ദർശിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു വരുന്ന ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ, എന്നോട് സംസാരിക്കുന്നതിന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. നാളുകളായി, വർഷങ്ങളായി നിങ്ങളെ പിന്തുടരുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയാൻ, ആത്മാവിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഇനിയൊരു ദിവസത്തേക്ക് വേണ്ടി വേണ്ടിയിരിക്കാനല്ല പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നേ. ദൈവസന്നിധിയിൽ കർത്താവ് എന്റെ വിഷയത്തിനകത്ത്, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഒരു ദൈവ പ്രവൃത്തി, ഒരു ദൈവിക സന്ദർശനം. ഹൃദയം കൊണ്ട് ദൈവസ്ഥലം ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ ചിലത് അറിയാൻ പോവുക, നിങ്ങൾ ചിലത് അനുഭവിക്കാൻ പോവുക, നിങ്ങൾ ചിലത് പ്രാപിക്കാൻ പോവുക, നിങ്ങൾ ചിലതിനെ പിടിച്ചെടുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. കരയണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞാൽ ഒരല്പ സമയത്തേക്കാണ്, പക്ഷെ സ്വർഗം പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം തീർപ്പുകളെ കൽപ്പിക്കുവാൻ. എന്താ ഈ സഹോദരന്റെ വിഷയം? നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. വചനം പറയുന്നു, നയീൻ എന്ന പട്ടണത്തിനകത്ത്
വിധവയായ ഒരു സഹോദരി. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഇങ്ങനെ പറയുന്നേ, നയീൻ എന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ സന്തോഷം, മനോഹരം, കാണാൻ ഇൻപമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആമേൻ. നയീനെ കുറിച്ച് പറയുന്നു, സാധാരണ ആമേൻ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഒരു ഉയർന്ന പ്രദേശമാണ് ആമേൻ നയീൻ എന്ന് പറയുന്നത്. ഇതിനെ ദൂരെ നിന്ന് കാണുന്നവർ പോലും പറയും നല്ല മനോഹരമായ പട്ടണം. ഹല്ലേലൂയ. നമ്മൾ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും വാഗമണിലും മൂന്നാറിലും ഇതൊക്കെ ഇങ്ങനെ പോകുന്ന എന്തിനാണ്? അവിടുത്തെ ആമൻ പ്രകൃതിയുടെ നോക്കാൻ ഭംഗി കാണാനാണ് പോകുന്നത്. അതിൽ ചെന്ന് അവിടുത്തെ അന്തരീക്ഷം, ആ ക്ലൈമറ്റിനകത്ത് 1-2 ദിവസമൊക്കെ പാർത്ത് ഒന്ന് മൈൻഡൊക്കെ റിലാക്സായി ഒന്ന് ഫ്രഷായി വരാൻ വേണ്ടി നമ്മൾ പോകുന്നത്. പോയിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് ചിന്തിച്ചേ, അവിടെ വേറെന്താ നമ്മൾ കാണുന്നത്? ഒരു മല ഇങ്ങനെ ഉയർന്ന, അവിടെ മൂന്നാറൊക്കെ പൊക്കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന മലകൾ പോലെ അടുത്തടുത്തിരിക്കുന്ന കുന്നുപോലെ ഇരിക്കുന്ന പ്രദേശം, അവിടെ ഒക്കെ നിറയെ ഈ തേയിലത്തോട്ടങ്ങളാണ്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമായ ഒരു കാഴ്ചയാണ്. നമ്മൾ കാണുമ്പോൾ എന്ത് ഭംഗിയാ, എന്തൊരു വ്യൂവാ. ഹല്ലേലൂയ. നമ്മളിത് പറഞ്ഞ് ഹല്ലേലൂയ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുപോലെ തന്നെയാണ് ഊട്ടി കൊടൈക്കനാൽ ഇങ്ങനെയൊക്കെ പോകുന്നു. ഊട്ടി ഞാൻ പോയിട്ടില്ല, കൊടൈക്കനാലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ തന്നെ. അതുപോലുള്ള സാഹചര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ എല്ലാം നമ്മൾ കണ്ട് മനോഹരമെന്ന് പറയാനാ പോകുന്നേ. അതുപോലെ എല്ലാവരും നയീൻ പട്ടണം നോക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ മനോഹരമായ പട്ടണമെന്ന് അതിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ദൂരെ നോക്കുമ്പോൾ തന്നെ കൊള്ളാം, നല്ല ഭംഗിയുള്ള പട്ടണം, ഭംഗിയുള്ള ദേശം എന്ന് പറയത്തക്ക ഒരു സ്ഥലമാണ് നയീൻ. ഹല്ലേലൂയ. എല്ലാവരും പോകുന്നത് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. യേശു കർത്താവ് ഒരിക്കൽ ഈ നയീൻ എന്ന പട്ടണത്തിനകത്തേക്ക് കയറി പോവുകയാണ്. ഹല്ലേലൂയ. കൂടെ പോയ എല്ലാവരും നയീനിന്റെ ഹരിതാപമായി അല്ലെങ്കിൽ അതിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ യേശുവിനെ എതിരേറ്റു വന്നത് ഭംഗിയായിരുന്നില്ല, ഒരു വിലാപമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ എതിരേറ്റു വന്നത് ഒരു ഭംഗിയുടെ കാഴ്ചയായിരുന്നില്ല, ഒരമ്മയുടെ കണ്ണുനീരായിരുന്നു. വചനം പറയുന്നു, താൻ വിധവയായ ആ സ്ത്രീ തൻ്റെ മരിച്ചുപോയ മകന്റെ ശരീരം മറവ് ചെയ്യാൻ തക്കവണ്ണം ഒരു വലിയ കൂട്ടമായി പട്ടണത്തിന്റെ പുറത്തേക്ക് നടക്കുക. അമ്മയ്ക്ക് അറിയാം എൻ്റെ കുഞ്ഞ് ഇനി ഒരിക്കലും എൻ്റെ ഭവനത്തിനകത്തോട്ടോ ഈ പട്ടണത്തിനകത്തോട്ടോ മടങ്ങി വരത്തില്ല. ഈ പട്ടണത്തിന്റെ പുറത്ത് അവൻ പൊക്കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ അവനിൽ നിന്ന് വിട്ടുമാറിയത് കൊണ്ട് ഇനി ഒരിക്കലും അവനിലേക്ക് അവന് തിരിച്ചിതിനകത്തോട്ട് കയറാനൊക്കത്തില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്നത് പട്ടണത്തിന് പുറത്ത്, ജനപ്പാർപ്പുള്ള സ്ഥലത്തല്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഈ സാഹചര്യത്തിനകത്ത് സകലതും നഷ്ടപ്പെട്ട ഈ സഹോദരി, വചനം പറയുന്നു അവൾ വിധവയാണ്. അങ്ങനാണെങ്കിൽ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഹല്ലേലൂയ. പിന്നുള്ളത് ഏക ആശ്രയം മകനാണ്. നമുക്കറിയാം ഹല്ലേലൂയ. ഭർത്താവ് ഇല്ലെങ്കിലും ആൺമക്കളെ വളർത്തിക്കൊണ്ട്, പെൺമക്കളാണെങ്കിൽ അമ്മയുടെ ഹൃദയത്തിനകത്ത് മിക്കവാറും ആദി ഹല്ലേലൂയ. എന്താ ആദി? നമ്മുടെ സാഹചര്യം വെച്ച് നോക്കി എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന്, എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും, ഒരു നല്ല ഭാവി ഒരുക്കണമല്ലോ. മകനെ കുറിച്ചാവുമ്പോൾ മകനാവുമ്പോൾ അമ്മയ്ക്കൊരു ആശ്വാസമാണ്. കാര്യം ഒന്നുമില്ലേലും ഒരു മകനാണല്ലോ, അവൻ്റെ പഠനമൊക്കെ കഴിഞ്ഞാൽ അവനായിട്ട് എന്നെ നോക്കിക്കോളും എന്നൊരു ചിന്തയും ഒരു ആശ്വാസവും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ചിന്തിച്ചു നോക്കിയേ, ഭർത്താവ് മരിച്ച വിധവയായ ഈ സഹോദരിയുടെ ഏക മകൻ എന്തായാലും ബാല്യക്കാരനാണ്, 20 വയസ്സിന് താഴെയേ പ്രായമുള്ളൂ. ഹല്ലേലൂയ. ഈ മകൻ മരിച്ചുപോയി. ഞാൻ ഇങ്ങനെ പറയും, ഉണ്ടായിരുന്ന പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ട് ഇവിടെ ഹൃദയം കലങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് പറയുവാൻ പോലും കഴിയാത്തതുപോലെ ഇവളുടെ ഹൃദയം തളർന്നു പോയി. ഇവൾ വല്ലാതെ ഭാരപ്പെട്ടു. ഇവൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എനിക്ക് ആശ്രയം ഈ ലോകത്തിൽ എൻ്റെ കുഞ്ഞായിരുന്നു. ഇനി എനിക്ക് ഈ സമൂഹത്തിൽ സ്ഥാനമില്ല. ഇനി എനിക്ക് എന്നെ നോക്കാൻ ഈ സമൂഹത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല. എല്ലാവരും ഹല്ലേലൂയ എന്നെ മാറ്റി നിർത്തത്തേ ഉള്ളൂ. എനിക്കായി പ്രതീക്ഷിക്കാൻ ഹല്ലേലൂയ ആരുമില്ല. ഒന്ന് ചിന്തിച്ചേ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു, ജീവിതത്തെക്കുറിച്ചുള്ള ആശ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എനിക്കിനി ഒരിക്കൽ എൻ്റെ ജീവിതത്തിനകത്ത് സന്തോഷം വരും എന്നുള്ള കാത്തിരിപ്പ് നഷ്ടമായി. പ്രത്യാശയ്ക്ക് വകയില്ലാതെ ഈ അമ്മ ഹൃദയം തകർന്ന് അലറി കരഞ്ഞുകൊണ്ട് പട്ടണത്തിൻ്റെ വെളിയിലേക്ക് തൻ്റെ മരിച്ചുപോയ മകൻ്റെ ശരീരവുമായിട്ട് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ലോകത്തിന് നമുക്ക് കരയുന്നവരെ കണ്ട സങ്കടം വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? പുരുഷന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കല്ലുപോലെ നിൽക്കുമെങ്കിലും ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിനകത്ത് സങ്കടം വരും. ആരെങ്കിലും കരയുന്നുണ്ട്? വരത്തില്ലേ? വരും. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക്കലി മനുഷ്യനാണെങ്കിൽ വരും.
അപ്പോൾ നിങ്ങൾ പറയാം സങ്കടം വന്നില്ല സിസ്റ്റർ, ഇനി മനുഷ്യനല്ലേ ഞാനൊന്ന് ചോദിക്കണ്ട. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യനാണെങ്കിൽ സങ്കടം വരും. ചിലർക്ക് സങ്കടം വന്നത് അപ്സെറ്റായിട്ട് നിൽക്കും. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ആമേൻ എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടമാക്കുന്നത്. ഓക്കെ, അതിനെ ഞാൻ അവിടെ വിടുക. ഒന്ന് ചിന്തിച്ചേ, എല്ലാവർക്കും എന്ത് ചെയ്യും? ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സങ്കടം. അങ്ങനെ സങ്കടം വന്നില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, നമുക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും. ഞാൻ തമാശയായിട്ട് പറഞ്ഞു കളയല്ല, കാരണം മനുഷ്യനെന്ന് പറയുന്ന ഒരു വികാര വിചാരങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ആമേൻ, അങ്ങനെ സങ്കടം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ശരിക്കും പ്രശ്നമുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ ഒരു മനുഷ്യനാക്കി തീർക്കണമേ, നോർമലായിട്ട് ഒരു സമൂഹ ജീവിയാക്കി. ചിലരുണ്ട് ഒന്നിലും ഉൾപ്പെടാതെ എല്ലാത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഈ ഇമോഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല, അവർക്ക് ഈ വികാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവരൊക്കെ സ്പെഷ്യൽ കേസസ് ആണ്, അവർക്ക് സ്പെഷ്യൽ പ്രാർത്ഥന നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ എല്ലാവർക്കും സങ്കടം. നമ്മൾ സങ്കടം വന്നാൽ എന്താ ചെയ്യാം? ചെന്ന് ഒന്ന് തൊട്ടേച്ച് പറയും, ആമേൻ, സാരമില്ല, ആമേൻ, എന്ത് ചെയ്യാം, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്, നമുക്ക് എന്തായാലും കർത്താവ് എന്തെങ്കിലും കരുതും എന്നൊക്കെ പറഞ്ഞ് തട്ടി നമ്മൾ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നമ്മളൊരു വ്യക്തിയുടെ സങ്കടം കണ്ടിട്ട് പറയുന്ന ആശ്വാസവാക്കിന് എത്ര സമയത്തെ ദൈർഘ്യമുണ്ട്? ചിലപ്പോൾ ഒരു സെക്കൻഡ്, ചിലപ്പോൾ ഒരു മിനിറ്റ്, ചിലപ്പോൾ ഒരു 5 മിനിറ്റ്. അതാ ശരിക്കും ആശ്വാസം വരാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, ദുഃഖം അത്രയേറെ കഠിനമാണെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ പറയാം, മനുഷ്യരാശ്വാസവാക്ക് പറയും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോലും മനുഷ്യൻ പറയുന്ന ആശ്വാസവാക്കിന് ഒരു ആമേൻ ഹല്ലേലൂയ കാലാവധിയുണ്ട്, ഒരു പരിധിയുണ്ട്. പക്ഷേ ഹല്ലേലൂയ, യേശു കർത്താവ് അവൻ ഈ സഹോദരിയെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവളോട് കരയണ്ട എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആശ്വാസവാക്കിന് അവളുടെ ജീവിതകാലം മുഴുവനും ഹല്ലേലൂയ കാലാവധി ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞതൊരു മനുഷ്യനായിരുന്നില്ല, പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമായിരുന്നു. ഹല്ലേലൂയ. പറഞ്ഞത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയായിരുന്നില്ല, പറഞ്ഞത് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുള്ള സർവശക്തന്റെ ഏകജാതനായ പുത്രനായിരുന്നത് കൊണ്ട് അവളുടെ ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, അവൻ സ്വർഗത്തിന് നിങ്ങളോട് പറയാനൊരു ദൂത്, പറയാനൊരു വാക്ക്. നിങ്ങളുടെ വിഷയങ്ങൾ കണ്ട് നിങ്ങൾ തളരേണ്ട, നിങ്ങളുടെ സങ്കടങ്ങൾക്കകത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങൾ തളർന്നു പോകത്തില്ല, നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അവസ്ഥയ്ക്കകത്തായിരുന്നാലും ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങളെ സന്ദർശിക്കുന്നു, നിങ്ങളുടെ ഭവനത്തെ സന്ദർശിക്കുന്നു, നിങ്ങളുടെ തലമുറയെ സന്ദർശിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥകളെ സന്ദർശിക്കുന്നു, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ സന്ദർശിക്കുന്നു, നിങ്ങളുടെ ആത്മീക മേഖലയെ സന്ദർശിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ സംസാരിക്കുന്നുവെങ്കിൽ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ചില വിഷയങ്ങൾ നിങ്ങളെ വ്യസനിപ്പിക്കുമ്പോൾ, ചില വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് ആശ്വാസം തന്നാൽ അതിനെ തടയുവാൻ ലോകത്തിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരുവന്റെ സന്ദർശനം ഇന്ന് പകൽക്കാലം ചില ഭവനങ്ങൾക്കകത്തേക്ക് സ്വർഗം അയക്കുന്നു. നിങ്ങളാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് ആരോടോ ആലോചന പറയുക. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങൾക്കകത്ത് തീർപ്പ് കൽപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വാക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം അയക്കുന്നു. സ്വർഗം ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. ചില ഭവനങ്ങൾക്കകത്ത് ഇരുട്ട് മൂടി കിടക്കുന്ന അവസ്ഥകൾക്കകത്ത് ഒരു വിടുതലിന് വേണ്ടി, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു പുറത്തു വരവിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ സഹോദരിയോട് വന്ന് പറഞ്ഞത്, യേശു കർത്താവ് കരയണ്ട. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ട് അവിടെ നിന്നില്ല. ഞാൻ പറയാം, നമ്മളോടാണെങ്കിലോ കരയണ്ടെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ, എവിടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞാലും വാഗ്ദത്തം പറഞ്ഞാലും പോലും, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് സംസാരിച്ച് വല്ലതും നടക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിരാശപ്പെട്ട് കലങ്ങി ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുക. സ്വർഗത്തിൽ നിന്ന് ദൈവം അവൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഒരു ദൂത് പറഞ്ഞാൽ പോലും
ഹല്ലേലൂയ. പലപ്പോഴും തിരിച്ചറിയാൻ വയ്യാത്തവരുണ്ട്. ഞാൻ പറയാം, കർത്താവിൽ നിന്ന് വരുന്ന ദൂതുകളെ തിരിച്ചറിയണം. അല്ല, ഒരു അഭിഷിക്തന്റെ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന്റെ, ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി വന്നാൽ, എനിക്ക് വേണ്ടി സ്വർഗം അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ വ്യക്തി, ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവം അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആശ്വാസമാ, എനിക്ക് വിടുതല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മൾ കേൾക്കുന്ന ദൂതുകളെ നമ്മൾ റിജക്ട് ചെയ്യുക. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മളെ ദൂതിനെ എടുക്കാറില്ല, നമ്മളതിനെ റിജക്ട് ചെയ്യുക. ഹല്ലേലൂയ. എന്താ കാര്യം? നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം സ്വർഗം എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾക്കറിയാമോ, മറിയ എന്ന ഒരു സഹോദരി, ഞാൻ ഇതിനു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നെ ഓർക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയ താൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, കന്യകയായിരിക്കുമ്പോ തന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് ഒരു ദൂത് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. തന്റെ പുത്രന്റെ ജനനത്തിന് വേണ്ടി നിന്നെ ദൈവം കണ്ടിരിക്കുക. നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൾ പറയുക, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് പുരുഷനെ അറിയത്തില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അവളുടെ ഹൃദയത്തിനകത്ത് വന്നത് അവിശ്വാസമായിരുന്നില്ല. എങ്ങനെയെന്നുള്ള ചോദ്യം, പക്ഷെ അത് അവിശ്വാസത്തിന്റെ ചോദ്യമായിരുന്നില്ല. അത് നമുക്ക് വചനത്തിനകത്ത് പഠിക്കാൻ പറ്റും. ഹല്ലേലൂയ. എലിസബത്തിനെ സന്ദർശിക്കുന്ന സമയത്ത് എലിസബത്ത് മറിയയെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നേ, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരു വാക്ക് പറഞ്ഞു, മറിയ അപ്പടി വിശ്വസിച്ചു. മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവൻ ചോദിക്കുന്നതിന് മറുപടി ദൈവദൂതൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതേസമയം സഖരിയാവും കണ്ടു, യാഗപീഠത്തിനകത്ത്, ഹല്ലേലൂയ, യാഗപീഠത്തിനടുത്ത് അവൻ ദൈവത്തിന് ധൂപം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് സഖരിയാവിനോട് പറയുക, അല്ലയോ സഖരിയാവേ, നിനക്ക് സന്തോഷമുണ്ടാകാൻ പോവുക, നിനക്ക് ആനന്ദമുണ്ടാകാൻ പോവുക. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. സഖരിയാവ് തൊട്ടടുത്തെടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഹല്ലേലൂയ. സഖരിയാവ് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ വൃദ്ധന്, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവള്, പിന്നിതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. അവിടെ വന്നത് സംശയമായിരുന്നില്ല, അവിടെ വന്നത് അവിശ്വാസത്തിന്റെ വാക്ക്. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, വാ തുറക്കണ്ട, ഇനി വാ തുറക്കണ്ട, വായടച്ചു വെച്ചോ. ഹല്ലേലൂയ. കാര്യമെന്താ? സഖരിയാവിനോട് പറയുക, സമയത്ത് നിവർത്തിയാകാനുള്ള ഈ ദൂത് നീ വിശ്വസിക്കാത്തത് കൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെ നീ വായ് തുറക്കാതെ ഊമനായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ ഒരു വാക്ക് പറഞ്ഞത് ദൈവത്തിന്റെ ദൂതൻ പറയുക, എനിക്കിത് നിവർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. സ്വർഗം പറയുക, ഈ ദൂത് എനിക്ക് നിവർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. സമയം എത്തിപ്പോയി, കാലം എത്തിപ്പോയി, ഈ ദൂതിനെ എനിക്ക് നീട്ടിവെക്കാൻ ഒക്കത്തില്ല. സഖരിയാവേ, നിന്റെ വായ് തുറന്നു വിട്ടാൽ നീ പോകുന്ന വഴിക്ക് വീണ്ടും ഇത് തന്നെ പറയും, എന്റെ ദൂത് നിവർത്തിയാകാൻ വീണ്ടും ലേറ്റ് ആകും. I can't allow that. Hallelujah. എനിക്കത് അനുവദിക്കാൻ കഴിയത്തില്ല. കാരണം സമയം എത്തിപ്പോയി. മിശിഹായുടെ ജനനത്തിന്, അവന്റെ മുന്നോടിയായി വരേണ്ടവന്റെ ജനനത്തിന് സമയം എത്തിപ്പോയി. അല്ലയോ സഖരിയാവേ, നീ ഇനി വായ് തുറക്കണ്ട. ഹല്ലേലൂയ. ചില സമയത്ത് വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വായ്, ഹല്ലേലൂയ, ഒന്നടഞ്ഞിരുന്നെങ്കിൽ ചിലത് എന്നേ സംഭവിച്ചേനെ. ഇണങ്ങിയ എന്നോട്
കരങ്ങൾ ഉയർത്തി എന്ന് കർത്താവിനെ സ്തുതിച്ചേ. എൻ്റെ പൊന്നു സിസ്റ്ററെ, കേൾക്കാത്ത വാഗ്ദത്തം ഒന്നും ഇല്ലെന്നേ. ഹല്ലേലൂയ. എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സംഭവിക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ട് പോലും പലതും നടപ്പ് വന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം, എൻ്റെ നാവ് കുരുത്തക്കേട് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന്. സഖരിയാവ് അവിശ്വാസത്തിന്റെ വാക്ക് പറയുക. അവൻ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഇതെനിക്ക് നിവർത്തീകരിച്ചേ പറ്റത്തുള്ളൂ, ഇത് തക്ക സമയത്ത് വെളിപ്പെടേണ്ടതാ. അല്ലയോ സഖരിയാവേ, ദൂത് കേട്ടിട്ട് വാഗ്ദത്തം പ്രാപിപ്പാൻ അവൻ കാലതാമസം വന്നവരുണ്ട്. പക്ഷെ അവരെ പോലെ ഈ വിഷയത്തെ എനിക്ക് നീട്ടിവെക്കാൻ ഒക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇത് വല്ലാത്ത സമയമാ, ഇത് പെട്ടെന്ന് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ആമേൻ, ഇത് നിവർത്തിയാകുന്നത് വരെ നീ ഊമനായിരിക്കും. എന്തുകൊണ്ടാ ഊമനാക്കിയേ? ഇല്ലേ പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോ എന്താ സംഭവിക്കുന്നത്? ചിന്തിച്ചേ. എൻ്റെ സമയമില്ല, ഞാൻ പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ഈ ധൂപം കാണിക്കുന്ന സഖരിയാവ് എന്തായാലും ലേറ്റായിട്ട് ഇറങ്ങി വന്നപ്പോ എന്തായാലും പുറത്തുനിന്ന് ആൾക്കാരെ ഇവർക്കൊരു പതിവുണ്ട്. ഈ ധൂപം കാണിക്കാൻ കയറിയ അവൻ പുരോഹിതൻ തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിച്ചിട്ട് അല്ലാതെ അവർ മടങ്ങി പോകത്തില്ല. ഇവർ അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കും. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കും. ഈ അകത്ത് പോയ ആൾ പുറത്തു വരാൻ അവൻ നോക്കി നിൽക്കുക. ഈ പുറത്തോട്ട് വരുമ്പോ പുള്ളിക്കാരൻ വന്നിട്ട് അവൻ ഇങ്ങനെ പറയുവാണേ, ഞാനിന്ന് അകത്ത് നിന്നപ്പോ ഒരു ദൈവത്തിന്റെ ദൂതനെ കണ്ടു. ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു തലമുറ ഉണ്ടാകാൻ പോവുകയാണ്. ആ തലമുറ അവൻ വരുവാനുള്ള മിശിഹായുടെ മുൻപാകെ അവൻ ഹല്ലേലൂയ ശക്തിയോടും അവൻ ഏലിയാവിന്റെ ആത്മാവോടും കൂടെ നടക്കുമെന്ന് എന്നോട് അരുളി ചെയ്തു. പക്ഷെ അത് ഇവിടെ നിർത്തുകയല്ല, പിന്നെ ബാക്കി കൂടെ പറയും. അതാണ് മിക്കവാറും വാഗ്ദത്തത്തെ അടയ്ക്കുന്നത്. പിന്നെന്താ പറയുന്നേ? നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ വയസ്സായി, എലിസബത്തും വയസ്സായി പോയി, നടക്കുമെന്ന് അത് പറയാണ്ടിരിക്കാനാ സഖരിയാവേ നിന്റെ വാക്ക് ക്ലിപ്പിട്ടെ. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ? കണ്ണടച്ച് വിശ്വസിച്ചേക്ക്. പറഞ്ഞത് മനുഷ്യനല്ല, പറഞ്ഞത് ദൈവമാ. അത് നിനക്ക് വേണമെന്നുണ്ടോ? പ്രാർത്ഥനയോടെ റിസീവ് ചെയ്യുക. വേണ്ടെന്നുണ്ടെങ്കിൽ അവൻ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ മതി. വേണമെന്നുണ്ടോ? പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്വർഗം പറഞ്ഞ ദൂതുകൾ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പറഞ്ഞത് ദൂതുകൾ ഹല്ലേലൂയ റിജക്ട് ചെയ്യാതെ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ചിലത് സംഭവിക്കും. ആമേൻ. സഖരിയാവിന്റെ വായ അടഞ്ഞതുകൊണ്ട് കൃത്യസമയത്ത് എലിസബത്ത് പ്രഗ്നന്റുമായി. അവൻ തക്ക സമയത്ത് യോഹന്നാനും വന്നു. അവൻ തക്ക സമയത്ത് യേശുവിന്റെ ജനനം നടന്നു. ഇതും തിരിച്ചറിഞ്ഞ എലിസബത്ത് മറിയെ കാണുമ്പോ പറയുക, ദൈവം തന്നോട് പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വാഗ്ദത്തം എവിടെങ്കിലും പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഓർമ്മയും സംസാരവും നടപ്പും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഒന്നൊന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് ചോദിക്കണം, ഞാൻ കേട്ട വാഗ്ദത്തത്തിന് വിരോധമായി അത് നിവർത്തിയാകാതെ വണ്ണം എന്നിൽ നിന്ന് എന്താ തടസ്സമായി വന്നത്? ഒന്ന് ക്രമപ്പെടുക. ചിലത് ആമേൻ സ്വർഗം തക്ക സമയത്ത് സ്വർഗം വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്യുന്നത് പോലെ ചിലതിനെ തിരിച്ചു തരും. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞതിനെ എവിടെങ്കിലും നിങ്ങളായിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് ക്ഷമ പറഞ്ഞ് സ്വർഗം അതിനെ നിങ്ങളുടെ കയ്യിലേക്ക് മടക്കി തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയാവോ? ഹന്നായെ അറിയാവോ നിങ്ങൾക്ക്? ഹന്ന. ആമേൻ. പെനീന്നയുടെ കുത്തുവാക്ക് കേട്ട് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മച്ചി എന്നുള്ള പേര് വിളി കേട്ട് കരഞ്ഞ് കലങ്ങിയിരുന്ന ഹന്ന നേരെ ദൈവത്തിൻ്റെ സന്നിധി കയറി ചെന്നിട്ട് ഒരു തവണ ദൈവത്തോട് കരയുക. തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏലി പുരോഹിതൻ വന്നിട്ട് ഹന്നായോട് പറയുന്നൊരു കാര്യമുണ്ട്. നോക്ക്, നീ വീഞ്ഞു കുടിച്ചിരിക്കുക, നിന്റെ വീഞ്ഞ് ഇറങ്ങിപ്പോകട്ടെന്ന്. ആലയത്തിനകത്ത് കയറി വന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക, മേലിൽ ഇത് ആവർത്തിക്കരുത്. ഹല്ലേലൂയ. അവൻ നിന്റെ കെട്ടുവിടട്ടെ എന്ന് പറഞ്ഞ് ശാസിക്കുക. ഹല്ലേലൂയ.
ഹൃദയം കലങ്ങിയിരുന്ന ഹന്നാക്ക് വല്ലാത്ത വേദന തോന്നി. ഇത്രയും വെളിപ്പാടില്ലാത്ത, ഇത്രയും തിരിച്ചറിവില്ലാത്ത ഒരു പുരോഹിതനാണല്ലോ ഹല്ലേലൂയ എന്ന് ഹന്ന തന്നോട് തന്നെ പറഞ്ഞ് ഒതുങ്ങിപ്പോകേണ്ട സമയത്ത് ഹല്ലേലൂയ പുരോഹിതനോട് പറയൂ, അല്ലയോ യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, ഞാൻ ലഹരി പിടിച്ചവളല്ല, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. ഹല്ലേലൂയ. ഇത് പറയുമ്പോ എലി പുരോഹിതന് മനസ്സിലായി താൻ പറഞ്ഞത് ശരിയായിരുന്നില്ല. താൻ പറയുക, അടുത്ത വാക്ക് എലി പുരോഹിതന്റെ വായിൽ നിന്ന് ഹന്നാക്ക് വേണ്ടി പുറത്തു വരിക, നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മളാണേൽ എന്തു പറയും? കുറച്ചു നേരത്തെ എന്നോട് പറഞ്ഞ വീഞ്ഞിറങ്ങി പോകട്ടെ എന്ന്. ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കരങ്ങളെ ഉയർത്തി എന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിഞ്ഞേ. നമ്മളാണ് എന്ത് പറയും? ഒരല്പസമയം മുമ്പ് എന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാതെ എന്നെ കുത്തി നോപ്പിച്ച മനുഷ്യനാ എന്നോട് പറയുന്നേ, കർത്താവ് നിന്റെ അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ. ആര് വിശ്വസിക്കാൻ? ഹന്ന അങ്ങനെ പറഞ്ഞില്ല. ഹന്ന ചിന്തിച്ചില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹന്ന ഹൃദയത്തിനകത്ത് ആശ്വാസം പ്രാപിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. കാരണം എന്താ? ആ പുരോഹിതന്റെ വായിൽ നിന്ന് വന്ന വാക്ക് അതുപോലെ അവൾ സ്വീകരിച്ചു. അതുപോലെ അവൾ സ്വീകരിച്ചു. എന്നിട്ട് പറയാം, ഐ ആം വെയിറ്റിംഗ്. എൻ്റെ ദൂതിന് വേണ്ടി, ദൈവം എന്നോട് പറഞ്ഞതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അടുത്ത ആണ്ട് സ്വർഗം അവളുടെ ഓർത്ത് അവളുടെ മടിയിലേക്ക് ശമൂവേലിനെ വെച്ചു കൊടുക്കുമ്പോ അവൾക്ക് പറയാനൊന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം എൻ്റെ സങ്കടത്തെ കണ്ടു, എൻ്റെ താഴ്ചയിൽ എൻ്റെ ദൈവം എന്നെ കടാക്ഷിച്ചു. ഇന്ന് പകൽക്കാലം കരയുന്നവരുണ്ടോ? കണ്ണുനീരൊഴുക്കുന്നവരുണ്ടോ? സ്വർഗത്തിനൊരു സന്ദർശനം ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നുണ്ട്. നിങ്ങൾ ഏത് അവസ്ഥയ്ക്കകത്തായിരിക്കുന്നു അതിനകത്തുനിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ, നിങ്ങളെ പുറത്തെടുക്കുവാൻ സ്വർഗം നമ്മളെ സന്ദർശിക്കുന്നു. കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി കളയുവാൻ തക്കവണ്ണം വെല്ലുവിളിക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഉണ്ടാകുക. നിന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തത്തക്കവണ്ണം നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടാകുക. ഇന്ന് പകൽക്കാലം തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചിലതിനെ ജയിപ്പാൻ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം അഴിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം? ഹന്ന കരഞ്ഞു. ഹന്നയ്ക്ക് കിട്ടിയ മറുപടിയിൽ ഹന്ന ഉറച്ചു വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം സ്വർഗം ഇതിനകത്ത് ഒരു സന്ദർശനം നടത്തുക. കർത്താവ് നിങ്ങളോട് പറയുക, കരയണ്ട, കരയണ്ട, കരയണ്ട. സ്വർഗം പറഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. ഏത് വിഷയത്തിനകത്തോട്ട് കർത്താവ് ഇടപെടണമോ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സ്ത്രീയോട്, ആ മാതാവിനോട്, അവിധവയായ സഹോദരിയോട് കരയേണ്ട എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ് തിരിച്ചു നടന്നില്ല. അവളുടെ വിഷയത്തിനകത്ത് ഇടപെടുവാൻ തക്കവണ്ണം തൻ്റെ കാല് മുൻപോട്ട് വെക്കുക. വചനം പറയുന്നു, യേശു മുൻപോട്ട് ചെന്ന് ആമൻ മഞ്ചത്തിൽ തൊട്ടു, ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ കുഞ്ഞ് എഴുന്നേറ്റു. ഞാൻ പറയാം, എന്നോടും നിങ്ങളോടും കരയേണ്ടെന്ന് പറയുന്നത്, കലങ്ങണ്ടെന്ന് പറയുന്നത്, വിഷമിക്കേണ്ടെന്ന് പറയുന്നത്, പരിഹാരം തരാമെന്ന് പറയുന്നത് ഈ ലോകത്തിലൊരു മനുഷ്യന്റെ വാക്കല്ല, ഈ ലോകത്തിലൊരു മനുഷ്യന്റെ ശബ്ദമല്ല. സകലത്തെ നിയന്ത്രിപ്പാൻ കഴിവുള്ള സ്വർഗത്തിന്റെ ശബ്ദമാകിയാൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവരുണ്ടോ? ചില വിഷയങ്ങളുടെ മേൽ അവൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് കാൽ വയ്ക്കാൻ പോവുക. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുക. ഏലിയാവും എലീശയും ഒക്കെ കുഞ്ഞുങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരുവൻ രണ്ടുപേരെ കുറിച്ചും പറയുന്നു, അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരാൾ കുഞ്ഞിന്റെ പുറത്ത് കവിണ്ണു കിടന്നു. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ രണ്ട് തരത്തില് അവരവിടെ അവൻ പ്രാർത്ഥനയായിരുന്നു മെയിൻ. പക്ഷേ യേശു കർത്താവ് അധികാരമുള്ളവനാണ്. അധികാരമുള്ളത് കർത്താവ്. എന്നെയും നിങ്ങളെ സന്ദർശിക്കുന്നത് സാധാരണ പ്രവാചകനല്ല,
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം ചിലരെ തേടി വരിക. നിങ്ങൾ ഇതിനകത്തായിരിക്കുമ്പോൾ നിങ്ങളോട് കരയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ വിഷയത്തിനോ നിങ്ങൾ വ്യസനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നവനല്ല, ഇറങ്ങി വന്ന് ചില വിഷയങ്ങളെ ഇടപെടുവാൻ ആ കർത്താവ് തന്റെ കാൽ നമുക്ക് വേണ്ടി എടുത്തു വെക്കാൻ പോവുക. ആ കാല് നമുക്ക് വേണ്ടി എടുത്തു വെക്കാൻ പോവുക. അവൻ കരയേണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിക്കളയുന്ന കർത്താവല്ല. കരയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് പകൽക്കാലം മുൻപിലേക്ക് നടക്കുക. ചിലതിന് പൂർണ്ണ പരിഹാരം തരുവാൻ, ചിലതിനകത്ത് നിങ്ങളെ പുറത്തെടുക്കുവാൻ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യാൻ. ആമേൻ, ഹല്ലേലൂയ. സ്വർഗം ചിലത് ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടോ? യേശു കർത്താവ് മുമ്പോട്ട് ചെന്നു, മഞ്ചം തൊട്ടു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവനെ യേശു ആ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ സങ്കടത്തിൻ്റെ വിഷയം എന്താണോ അതിനെ കർത്താവ് തിരിച്ചു കൊടുക്കുക. തൻ്റെ ആമേൻ വിഷയത്തിൻ്റെ പരിഹാരം എന്താണോ, ഹല്ലേലൂയ, അതിനെ കഥ പൂർണ്ണമായി തുടച്ചു മാറ്റുക. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടിയുണ്ട്. കരയേണ്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനകത്ത് പരിഹാരം തരുവാൻ ശക്തനും വിശ്വസ്തനുമാണ്. അവിശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ കർത്താവ് പറയുന്ന വാക്കിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, നിങ്ങൾ എത്ര പേർ മെസ്സേജ് റിസീവ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, നിങ്ങൾ ഈ വചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതല. കരയേണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാക്കല്ല, വിഷമിക്കേണ്ട കൂടെ ഞാനുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കല്ല. വ്യക്തികൾ മാറിപ്പോകും, പക്ഷെ കർത്താവ് മാറുകയില്ല. ലോകം മാറിപ്പോകും, പക്ഷെ കർത്താവ് മാറത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. ചില പ്രതിസന്ധികൾക്കകത്ത് നമ്മളെ പുറത്തെടുക്കുവാൻ, ചില പ്രതികൂലങ്ങൾക്കകത്ത് നമ്മളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കും. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകളെ മൂടിയേ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഒരുപാട് കുനിയേണ്ട, ഉറങ്ങിപ്പോകും. നിങ്ങൾ ഒന്ന് നിവർന്നിരുന്നിട്ട് കണ്ണ് മാത്രം മൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവിക സന്ദർശനം എൻ്റെ ഭവനത്തിന് വേണ്ടി. യേശു കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോ ജനം മുഴുവനും പറഞ്ഞു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഒരു വിസിറ്റ് എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിനകത്തേക്ക്. നിങ്ങൾ ഈ പകൽക്കാലം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നു, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു. ചില വിഷയങ്ങളുടെ മേൽ ശാശ്വതമായ പരിഹാരത്തെ സ്വർഗം കൽപ്പിക്കുക. ചില വിഷയങ്ങളുടെ മേൽ നിലനിൽക്കുന്ന വിടുതലുകളെ സ്വർഗം കൽപ്പിക്കുന്നു. വർഷങ്ങളെ നിങ്ങളെ വ്യസനിപ്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ വിടുതൽ, കർത്താവിന്റെ മറുപടി ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ കരം ചില ഭവനങ്ങൾക്കകത്തേക്ക്, ചില വ്യക്തിപരമായ വിഷയങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം അത് ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം അത് ചലിക്കട്ടെ. ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഉടയ്ക്കുന്ന, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഉടയ്ക്കുന്ന, ശത്രുവിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം തന്റെ ജനത്തോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ശക്തിയോടെ ചലിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില യുദ്ധങ്ങൾക്കായി നിൽക്കുന്ന ചില അന്യായ മണ്ഡലങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം ആ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണം. പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ ഉടയട്ടെ, അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ ഉടയട്ടെ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ ഉടഞ്ഞു മാറട്ടെ. കർത്താവേ, ആമേൻ. കർത്താവേ, അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം. അങ്ങിന്ന് പകൽക്കാലം ഇടപെട്ടതിനായി സ്തോത്രം. അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് അവർ തങ്ങളോട് തന്നെ പറയട്ടെ, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നുവെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങ് മഹത്വത്തോടെ അങ്ങയുടെ ജനത്തിനു വേണ്ടി ഇറങ്ങണമേ പപ്പാ. അങ്ങ് മഹത്വത്തോടെ ഇവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ ഇടപെടണമേ പപ്പാ.
ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജനം ബലപ്പെടട്ടെ, ഞങ്ങളുടെ ജനം ബലപ്പെടട്ടെ. അവർ തങ്ങളെ തന്നെ ശക്തീകരിച്ച് കർത്താവിൻ്റെ വീണ്ടെടുപ്പിനായി തക്ക സമയത്ത് നിവർത്തിയാകേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കട്ടെ. അതിനായി ഞങ്ങളുടെ ജനത്തെ സ്വർഗം ഒരുക്കണം. ബ്ലസ് ചെയ്യുന്നു. മഹത്വത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.